കേരള വിഷൻ്റെ വിമൻ എംപവർമെൻറ്റ് ഇനീഷ്യേറ്റീവാണ് സ്ത്രീപക്ഷം. സ്ത്രീകളുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിനുള്ള ഒരു വേദിയാണിത്. ഇന്നത്തെ വിഷയം സ്ത്രീ പ്രതികരിക്കുമ്പോൾ. നമുക്കറിയാലോ, സ്ത്രീകൾ പ്രതികരിക്കുന്ന സമയത്ത് ഇപ്പോൾ കുറച്ചും കൂടി പ്രതികരിക്കാൻ തുടങ്ങി. അപ്പോൾ എങ്ങനെയാണ് അവരെ സ്റ്റോപ്പ് ചെയ്യേണ്ടത് എന്ന വിധത്തിലാണ് പലപ്പോഴും വളരെ മോശമായ കമൻറ്റുകൾ കൊണ്ടും പല രീതിയും സ്ത്രീയെ അപമാനിക്കുന്ന രീതിയിൽ കൊണ്ടുവരുന്നത് കാണാറുണ്ട്. അങ്ങനെയെങ്കിൽ എന്താണ് ഈ ഒരു വിഷയത്തിൽ നമ്മുടെ ഒപ്പം വന്നു ചേർന്നിട്ടുള്ള ആളുകൾക്ക് സംസാരിക്കാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് നിർമ്മല ദേവി, എറണാകുളം ജില്ലാ വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ്, സ്റ്റേറ്റ് വനിതാ ഫെഡിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗം, സാമൂഹ്യ പ്രവർത്തക. നമസ്കാരം. നമസ്കാരം. മോണിക്ക അലങ്കാർ, വിമൻ എൻ്റർപ്രണർ. പ്രീതി നായർ, ട്രാൻസ്ഫോർമേഷൻ കോച്ച്, കോർപ്പറേറ്റ് ട്രെയിനർ. ഇംഗ്ലീഷിൽ 4 കവിതാ സമാഹാരങ്ങൾ ഇറക്കിയിട്ടുണ്ട്. സ്വാഗതം. മീനു സുകുമാരൻ, കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് അവളിടം കോർഡിനേറ്റർ, സാമൂഹ്യ പ്രവർത്തക. സ്വാഗതം. സ്ത്രീ പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു അതിനെതിരെ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. എനിക്ക് വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ വീടുകളിൽ തന്നെ സ്ത്രീകളോട് ഉറക്കെ സംസാരിക്കരുത്, അല്ലെങ്കിൽ സ്ത്രീ ഇങ്ങനെ ഇരിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഉറക്കെ കരയരുത്, അവളുടെ ഒരു ആവശ്യമുണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ പോലും അവൾക്ക് അനുവാദം കൊടുക്കുന്നില്ല. അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ നിന്ന് ഇന്നിപ്പോൾ പ്രതികരിക്കാൻ ഒരു വിധമാണ് അവർ ശബ്ദമുയർത്തി തുടങ്ങിയത്. അത്തരമുള്ളൊരു സാഹചര്യത്തിൽ സ്ത്രീകളെ അവരെന്തെങ്കിലും പറയുമ്പോഴേക്കും തന്നെ അതിനെതിരെ വളരെ മോശമായ വാക്കുകൾ കൊണ്ട് അവർ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മിണ്ടാതിരിക്കുമെന്നുള്ളൊരു നിലപാടാണ് പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വീടുകളിൽ തന്നെ സ്ത്രീകൾ പ്രതികരിക്കുമ്പോൾ വളരെയധികം എതിർക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഏറ്റവും കൂടുതൽ അനുഭവ സമ്പന്നയായ മാമിനാണ് കൂടുതൽ പറയാൻ പറ്റുക. നിർമ്മല മാം, എന്താണ്? സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ വളരെ ചെറുപ്പം മുതൽ നമ്മൾ പലവിധം കാര്യങ്ങൾ കേട്ട് കഴിവിയുമായിട്ടാണ് വീടുകളിൽ നിന്നും വളരുന്നത്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്ന് ഇതുവരെ എത്തിയിട്ടുള്ളത്. എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി. അത്തരം കാര്യങ്ങളുടെ ഒരു തിരിച്ചറിവിൻ്റെ കാലമാണ് ഇന്നിപ്പോൾ നടക്കുന്നത്. അതായത് അത്തരം വിശ്വാസങ്ങൾക്കതീതമായി നമ്മൾ വളരെ കാര്യമാത്ര പ്രസക്തിയോടുകൂടി സമൂഹത്തിന് വേണ്ടിയിട്ട്, സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി, ഒത്തൊരുമയ്ക്ക് വേണ്ടി, അതായത് വ്യക്തിബന്ധമോ മറ്റൊന്നും തന്നെ നോക്കാതെ ഒറ്റ മനുഷ്യരാകണം, എല്ലാവരും മനുഷ്യരാകണമെന്ന ചിന്തയോടുകൂടി മനുഷ്യത്വത്തോട് പ്രവർത്തിക്കാനും മതേതരത്വം, ജനാധിപത്യം ഇവയെല്ലാം കാത്തു സൂക്ഷിക്കുക എന്ന ഒരു കടമയിലേക്ക് നാം തിരിയണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്കിത് ഇതുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത്. അപ്പോൾ എന്താണ് മീനു, ഈ വീടുകളിൽ നമ്മൾ, മോണിക്ക, എന്താണ് വീടുകളിൽ പ്രതികരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു സാഹചര്യം? ഇപ്പോൾ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നത് മുമ്പ് എങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ എങ്ങനെയാണ്, അതൊന്ന്. ഇപ്പം അമ്മ ഇപ്പം പറഞ്ഞതുപോലെ ഇപ്പം അമ്മയുടെ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് ഡിഫറെൻ്റ് ഉണ്ട് ഇപ്പം എൻ്റെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പം പക്ഷെ എന്നിരുന്നാലും നമ്മളിപ്പം വീടുകളിലും നമ്മൾ കണ്ടുവരുന്നതിലൊരു ആക്ച്വൽ ഒരു ഫാക്ടറാണ് ഈ ഇപ്പം നമ്മൾ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഒരു ഓൺ ദ ഫേസ് പറയുന്നില്ല ആരും, നീ മിണ്ടരുത്, നീ നിൽക്കരുത്, അല്ലെങ്കിൽ നീ ശബ്ദിക്കരുത് പറയുന്നില്ല. പക്ഷെ ഒരു വളരെ ലൈറ്റായിട്ടും നമ്മളിലേക്ക് പറഞ്ഞു തരുന്നൊരു കാര്യവും പെണ്ണിന് ഇങ്ങനെയാവാം, ആണിന് ഇങ്ങനെയാവാം, ഒരു മീറ്റർ ഉണ്ട് എപ്പോഴും. അത് വളരെ നാച്ചുറലായിട്ട് നമ്മൾക്കുള്ളിൽ വന്നൊരു സംഭവമാണ്. പക്ഷെ ആരും എടുത്തു പറയുന്ന കാര്യമാണോ അല്ല. അപ്പം അത് നമ്മുടെ വീടുകളിൽ മാത്രമല്ല, ഒരു നട്ഷെല്ലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ പോകുന്ന സ്കൂളുകളിലാണെങ്കിലും കോളേജസിലാണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിരുന്നൊരു സംഭവം, കോളേജസിൽ നമ്മൾ പഠിച്ച സമയത്ത് ആൺകുട്ടികൾക്ക് കർഫ്യൂ ഒരു സമയം, പെൺകുട്ടികൾക്ക് കർഫ്യൂ മറ്റൊരു സമയം. ആൺകുട്ടികൾക്ക് ഇത്ര സമയം വരെ ലൈബ്രറി യൂസ് ചെയ്യാം, പെൺകുട്ടികൾ അതിന് മുമ്പേ കയറണം. പെൺകുട്ടികൾ ഹോസ്റ്റലിൽ രാത്രി സമയങ്ങളിൽ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല, നേരെ മറിച്ച് ആൺകുട്ടികൾ യൂസ് ചെയ്യാം. തീർച്ചയായിട്ടും അവിടെ തന്നെ അതെ. അപ്പം നമ്മൾക്ക് ആ സമയത്ത് നമ്മൾക്ക് പ്രതികരിക്കേണ്ട കാര്യം എന്താണെന്ന് നിർത്തില്ല. കാരണം നമ്മളെ ചുറ്റുമുള്ള സൊസൈറ്റി ഓൾറെഡി അങ്ങനെ സ്ട്രക്ചർഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പം വളരെ ബൈ ഡിഫോൾട്ട് വരുന്ന നമ്മൾക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ ഇതാണ്. നമ്മളെപ്പോഴും ഒരു മെയിൽ സുപ്രമസി നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അറിയുന്നില്ല എവിടെയാണ് പ്രതികരിക്കേണ്ടത്, അത് ശരിയാണോ, ഇതാണോ ശരി. അപ്പം എനിക്കൊന്ന് ഇന്ന് ഇപ്പം വളരെ റീസെൻ്റ്ലി കോളേജസിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ മാറി വരുന്നുണ്ട്. അത് തന്നെ ബൈ ഡിഫോൾട്ട് എല്ലായിടത്തും റിഫ്ലക്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ
എൻ്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ, നമ്മുടെ സാഹചര്യങ്ങൾ ആദ്യം ഒന്ന് കറക്റ്റ് ആക്കുക. ഒരു ആണിനും പെണ്ണിനും വോയിസ് ഔട്ട് ചെയ്യുന്നത് ഈക്വൽ ആവണം. ഒരിക്കലും ഒരു ആണും പെണ്ണും സെയിം ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബട്ട് അവർ ഈക്വൽ ആണ്. രണ്ടുപേർക്കും വോയിസ് ഔട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഈക്വൽ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മോണിക്ക വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രീതി ഒരു ട്രാൻസ്ഫോർമേഷൻ കോച്ചും കൂടിയാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ നമ്മുടെ വളർന്നു വരുന്ന സാഹചര്യം, മോണിക്കയുടെ വാക്കിൽ നിന്നും അതാണ്, ചുറ്റുപടുത്ത ഒരു പാട്രിയാർക്കി സൊസൈറ്റിയിൽ നമ്മൾ അറിയാണ്ട് ഇപ്പോഴും അതിൽ നിന്ന് മാറണമെന്ന് ആഗ്രഹിച്ചിട്ട് പോലും നമ്മൾ വീണ്ടും അതിനെ തന്നെയാണ് പിന്തുടർന്ന് പോകുന്നത്. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സ്ത്രീ പ്രതികരിക്കണം എന്നുണ്ടെങ്കിൽ അത് വീടുകളിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അവളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനും, അവൾക്ക് ഓക്കെ അല്ലാത്തത് ഓക്കെ അല്ല എന്ന് തുറന്നു പറയാനും അവൾക്ക് സാധിക്കണം. അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നോ? അപ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്? ഇപ്പോൾ മോണിക്ക പറഞ്ഞതുപോലെ കുറേയൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ സ്ത്രീ പ്രതികരിക്കുമ്പോൾ എന്നുള്ളതാണ്. എനിക്ക് പറയാനുള്ളത്, എന്തുകൊണ്ട് സ്ത്രീ പ്രതികരിക്കുമ്പോൾ എന്നുള്ളൊരു പേരിടുന്നു? അതിൽ തന്നെ ഇല്ലേ ഒരു ബയാസ് ഇല്ലേ, ജെൻഡർ ബയാസ് ഇല്ലേ? എല്ലാ കാര്യത്തിലും നമ്മൾക്ക് ഇങ്ങനെ ഒരു ജെൻഡർ ബയാസ് കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യമില്ല. ഇതൊരു സെൻസിറ്റീവായിട്ട് പറയേണ്ട ഒരു ആവശ്യമില്ല അല്ലേ? അപ്പോൾ സ്ത്രീ പ്രതികരിക്കുമ്പോൾ എന്നുള്ള ഈ ഒരു പേരിൽ തന്നെ ഒരു വിവേചനമുണ്ട്. പിന്നെ സ്ത്രീ പ്രതികരിക്കുന്ന സമയത്ത് ഈ സ്ത്രീയെ പറയുന്നത് തന്നെ ഒരു സ്ത്രീ തന്നെയാണ് പറയുന്നത് അല്ലേ? അതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു റീസൺ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അല്ലേ? പിന്നെ ഇതിൽ ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ കുറേയൊക്കെ ഇപ്പോൾ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ കോർപ്പറേറ്റ് സെക്ടറിലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ്. ഇപ്പം ഞാനൊക്കെ ട്രെയിനിങ് പ്രോഗ്രാം എടുക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു സെയിൽസ് ട്രെയിനിങ് എടുക്കുന്നത് മുഴുവൻ മെയിൽ മെമ്പേഴ്സിനായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ കുറേ ആ ഒരു സെക്ടറിൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾക്ക് ഈ ഒരു സ്ത്രീ പ്രതികരിക്കുമ്പോൾ മാത്രമാണ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പം നമ്മൾക്ക് അങ്ങനത്തെ ഒരു പേരിൻ്റെ തന്നെ ആവശ്യമില്ല. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേരിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, സ്ത്രീ പ്രതികരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ശരിയാണ്, പുരുഷൻ പ്രതികരിക്കുമ്പോൾ എന്താ അത്ര പ്രശ്നമില്ലേ? അതെ, പ്രശ്നമില്ല. അതുകൊണ്ട് ആളുകളുടെ ഉള്ളിലേക്ക് ഈ ഒരു വാക്കാണ് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. സ്ത്രീ പ്രതികരിക്കുമ്പോൾ മാത്രമാണ് പ്രശ്നം വരുന്നത്. കാരണം ഇപ്പോൾ ഈ അടുത്ത് നമുക്കറിയാം, സ്ത്രീകൾ പ്രതികരിച്ചു തുടങ്ങുമ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് എവിടെയാണെങ്കിലും നമ്മൾ കാണുന്ന ഒരു കാര്യം, സ്ത്രീ പ്രതികരിച്ചു എന്ന് തുടങ്ങുമ്പോൾ അവരെ ഏറ്റവും മോശമായതാണ്. പുരുഷൻ പ്രതികരിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ആരും പറയുന്നില്ല. പക്ഷേ സ്ത്രീ പ്രതികരിക്കുമ്പോൾ എന്നുള്ള ഈ ഒരു ഹെഡിങ്ങിൽ നമ്മളുടെ കാഴ്ചപ്പാടുകൾ പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് അപ്പോഴെങ്കിലും നോക്കണം, സ്ത്രീ പ്രതികരിക്കാൻ വേണ്ടി അവർക്ക് റൈറ്റ് ഉണ്ട്. പക്ഷെ അതിന് മാത്രം എന്തുകൊണ്ടാണ് ഇവർക്ക് പ്രശ്നം എന്നറിയണമെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട് പറയുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മാത്രമാണ്. സ്ത്രീ പ്രതികരിക്കുമ്പോൾ മാത്രമാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പേര് എന്തുകൊണ്ട് എന്നറിയാൻ വേണ്ടിയാണ് ഈ ഒരു കാഴ്ചപ്പാട്. വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞ ഇങ്ങനൊരു ടൈറ്റിലിൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ ഈ ഒരു ടൈറ്റിൽ എടുത്തത് കാരണം സ്ത്രീകൾ പ്രതികരിക്കുമ്പോൾ മാത്രമാണ് ആളുകൾക്ക് പ്രശ്നം. വേറെ ആരെങ്കിലും പ്രതികരിക്കുമ്പോൾ ഇത്ര പ്രശ്നം ഉണ്ടാക്കി കാണുന്നില്ല. അത് എന്തുകൊണ്ടാണ് എന്ന് അവർക്ക് ഈ ഒരു നമ്മുടെ ചർച്ചയിൽ കൂടെ അതിൻ്റെ ബോധ്യം വരണം. അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ പഴയ കാലത്ത് നമ്മളുടെ സിനിമകൾ തന്നെ നമ്മളിപ്പോ എടുത്തു നോക്കൂ. ഹീറോ എന്ത് വേണമെങ്കിലും ചെയ്യുന്നു അല്ലെ? അത് കഴിഞ്ഞിട്ട് കുറെ ദിവസം കഴിയുന്ന സമയത്ത് അവിടെ ഉണ്ടാവും ഒരു സർവം സഹായിട്ടുള്ള ഒരു അമ്മ, അല്ലെങ്കിൽ ഒരു സർവം സഹായിട്ടുള്ള ഒരു സ്ത്രീ. അപ്പൊ സമൂഹം നോക്കിക്കാണുന്നത് ഇങ്ങനെയാണ്. സ്ത്രീയെ ചെറുപ്പം മുതലേ ഇങ്ങനെയാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത്, റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ട്. പിന്നെ ഈ മൂവീസിലൊക്കെ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു മെസ്സേജും എങ്ങനെയാണ്, സ്ത്രീ സർവം സഹായ ആയാൽ മാത്രമേ സ്ത്രീക്ക് സ്നേഹം കിട്ടുള്ളൂ, സ്ത്രീ ആഗ്രഹിക്കുന്നത് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു മെസ്സേജസിലൂടെയും ഒക്കെ അവളുടെ ഉള്ളിൽ ഒരു ബിലീഫ് സിസ്റ്റം വന്നു, സൊസൈറ്റിയിൽ ഒരു ബിലീഫ് സിസ്റ്റം വന്നു. അപ്പൊ സൊസൈറ്റി നോക്കിക്കാണുന്നത് ആ ഒരു ബിലീഫ് സിസ്റ്റത്തിൽ നിന്ന് വരുന്ന ആ ഒരു തോട്ട് പ്രോസസ്സിലൂടെയാണ് സൊസൈറ്റി അതിനെ നോക്കിക്കാണുന്നത്. സോ ഒബ്വിയസ്ലി ആ ബിലീഫ് സിസ്റ്റത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ അതെ ഇതൊരു പ്രോബ്ലം തന്നെയാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് മീനൂന് എന്താണ് പറയാനുള്ളത്? കാരണം ഈ പ്രതികരിക്കുക എന്നുള്ളത് നമ്മളുടെ റൈറ്റാണ്, പ്രതികരിക്കുക തന്നെ വേണം. പക്ഷേ സ്ത്രീകൾ പ്രതികരിക്കുമ്പോൾ മാത്രമാണ് വളരെയധികം ഇഷ്യൂസ് കൊണ്ടുവരുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? നമ്മളിപ്പോൾ ഈ 2024 നമ്മൾ നിൽക്കുമ്പോഴും നമ്മളിപ്പോഴും സ്ത്രീ പ്രതികരിച്ചാൽ എന്ന വിഷയത്തെപ്പറ്റി നമ്മളിപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിലെ ഏറ്റവും വലിയ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. കാരണം സ്ത്രീ പ്രതികരിക്കാൻ തുടങ്ങി ഇന്നലെ ഒന്നും അല്ല. ഇപ്പോൾ നമ്മൾ കേരള നവോത്ഥാനത്തെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. ആ കേരള നവോത്ഥാനത്തിന് തന്നെ ഏറ്റവും വലിയ ആണിക്കൽ എന്ന് പറയുന്നത് ചാന്നാ സ്ത്രീകൾ അവർ മറയ്ക്കാൻ വേണ്ടി എടുത്തൊരു സമരമുണ്ട്. അത് 1-2 വർഷമല്ല, 30 വർഷത്തോളം അടുത്ത് സമരമുണ്ട്.
അതിന്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് ഒരു സ്ത്രീക്ക് ആദ്യമായിട്ട് വസ്ത്രം ധരിക്കാൻ, മേൽമുണ്ട് ധരിക്കാനുള്ള അധികാരം കിട്ടി. ശരി, കേരള നവോത്ഥാനം എന്നല്ല നമ്മളെല്ലാം പറയുന്ന അതിന്റെ ഏറ്റവും വലിയ ആണിക്കല്ല് പോലും ആകുന്ന ആ സ്ത്രീകൾ നടത്തിയ ആ പോരാട്ടമാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഒരിക്കലും സ്ത്രീകളുടെ പ്രതികരണം ശേഷി എന്ന് പറയുന്നത്. അന്നും പക്ഷെ അവരെ അന്നും ഉണ്ടായിരുന്നു, അത് അന്നും ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാ കാലഘട്ടത്തിലും ഇപ്പൊ സ്ത്രീ കൊണ്ടുവരുന്ന ഒരു മാറ്റം, സ്ത്രീയുടെ പ്രതികരണം എന്ന് പറയുന്നത് വെറും ആ സമയത്തുണ്ടാകുന്ന മാറ്റമല്ല, അത് റിവല്യൂഷനായിട്ട് മാറുന്നുണ്ട്, വിപ്ലവമായിട്ടാണ് മാറുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നങ്ങേലിയുടെ ചരിത്രം ഉൾപ്പെടെ നമ്മൾ ഇപ്പോഴും പറയുന്നത് അത് റിവല്യൂഷനാണ്. അത് ആ സമയത്ത് ഇൻസിഡന്റിന്റെ ഭാഗമായിട്ട് സ്ത്രീ നടത്തിയ പ്രതികരണമാണെങ്കിൽ പോലും അത് റിവല്യൂഷന്റെ ഭാഗമായി, വിപ്ലവത്തിന്റെ ഭാഗമായി ഒരു നാടിന്റെ മുഴുവൻ മാറ്റങ്ങൾക്കും ഒരു കാതലായ മാറ്റത്തിന് കാരണമായി മാറി. പക്ഷെ ഇപ്പോഴും അത്ര ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒരുപാട് പ്രതികരണ ശേഷിയുള്ള നിരവധിയായിട്ടുള്ള സ്ത്രീകൾ നമ്മൾ ചരിത്രം എല്ലാം എടുത്ത് പരിശോധിച്ച് ഒരുപാട് പേരെ അങ്ങ് പറയാൻ വേണ്ടി കഴിയും. പക്ഷെ ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് നമ്മളിപ്പോഴും ജീവിക്കുന്ന ഒരു ജെൻഡേർഡ് ആയിട്ട് സൊസൈറ്റിയുടെ അകത്താണ്. ആ ജെൻഡേർഡ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ ശരിക്കും സ്ത്രീയും പുരുഷനും മോണിക്ക് പറഞ്ഞ പോലെ ലിംഗപരമായ വ്യത്യാസങ്ങളുണ്ട്, അത് നമ്മളെല്ലാവരും അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷെ ജെൻഡർ എന്ന് പറയുന്നതിന് ഈ ലിംഗവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. ഒരു സ്ത്രീയും ഒരു നമ്മുടെ ഇപ്പൊ വീട്ടിൽ നമ്മുടെ ഫാമിലിയിലെ പ്രശ്നം വെച്ചാൽ ഒരു കുഞ്ഞ് ജനിച്ചു, അവർ ആൺകുട്ടിയാണെങ്കിൽ നമ്മൾ അവന് വാങ്ങിച്ചു കൊടുക്കുന്ന കളിപ്പാട്ടത്തിൽ പോലും വ്യത്യാസമുണ്ട്. ഒരു ആൺകുട്ടിയാകുമ്പോൾ നമ്മൾ അവന് വലിയ തോക്കും വലിയ പാറ്റൻ ടാങ്കും ഒക്കെ ഉള്ള സാധനം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഒരു പെൺകുട്ടി ആ വീട്ടിൽ നമ്മൾ എന്തായിരിക്കും വാങ്ങിച്ചു കൊടുക്കുക? കുട്ടിക്ക് നമ്മൾ പാവയും കാര്യങ്ങളും. സ്ത്രീ കൊണ്ടുവരുന്ന ഒരു മാറ്റം, സ്ത്രീയുടെ പ്രതികരണം എന്ന് പറയുന്നത് വെറും ആ സമയത്തുണ്ടാകുന്ന മാറ്റമല്ല, അത് റിവല്യൂഷനായിട്ട് മാറുന്നുണ്ട്, വിപ്ലവമായിട്ടാണ് മാറുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നങ്ങേലിയുടെ ചരിത്രം ഉൾപ്പെടെ നമ്മൾ ഇപ്പോഴും പറയുന്നത് അത് റിവല്യൂഷനാണ്. അത് ആ സമയത്ത് ഇൻസിഡന്റിന്റെ ഭാഗമായിട്ട് സ്ത്രീ നടത്തിയ പ്രതികരണമാണെങ്കിൽ പോലും അത് റിവല്യൂഷന്റെ ഭാഗമായി, വിപ്ലവത്തിന്റെ ഭാഗമായി ഒരു നാടിന്റെ മുഴുവൻ മാറ്റങ്ങൾക്കും ഒരു കാതലായ മാറ്റത്തിന് കാരണമായി മാറി. പക്ഷെ ഇപ്പോഴും അത്ര ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒരുപാട് പ്രതികരണ ശേഷിയുള്ള നിരവധിയായിട്ടുള്ള സ്ത്രീകൾ നമ്മൾ ചരിത്രം എല്ലാം എടുത്ത് പരിശോധിച്ച് ഒരുപാട് പേരെ അങ്ങ് പറയാൻ വേണ്ടി കഴിയും. പക്ഷെ ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് നമ്മളിപ്പോഴും ജീവിക്കുന്ന ഒരു ജെൻഡേർഡ് ആയിട്ട് സൊസൈറ്റിയുടെ അകത്താണ്. ആ ജെൻഡേർഡ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ ശരിക്കും സ്ത്രീയും പുരുഷനും മോണിക്ക് പറഞ്ഞ പോലെ ലിംഗപരമായ വ്യത്യാസങ്ങളുണ്ട്, അത് നമ്മളെല്ലാവരും അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷെ ജെൻഡർ എന്ന് പറയുന്നതിന് ഈ ലിംഗവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. ഒരു സ്ത്രീയും ഒരു നമ്മുടെ ഇപ്പൊ വീട്ടിൽ നമ്മുടെ ഫാമിലിയിലെ പ്രശ്നം വെച്ചാൽ ഒരു കുഞ്ഞ് ജനിച്ചു, അവർ ആൺകുട്ടിയാണെങ്കിൽ നമ്മൾ അവന് വാങ്ങിച്ചു കൊടുക്കുന്ന കളിപ്പാട്ടത്തിൽ പോലും വ്യത്യാസമുണ്ട്. ഒരു ആൺകുട്ടിയാകുമ്പോൾ നമ്മൾ അവന് വലിയ തോക്കും വലിയ പാറ്റൻ ടാങ്കും ഒക്കെ ഉള്ള സാധനം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഒരു പെൺകുട്ടി ആ വീട്ടിൽ നമ്മൾ എന്തായിരിക്കും വാങ്ങിച്ചു കൊടുക്കുക? കുട്ടിക്ക് നമ്മൾ പാവയും കാര്യങ്ങളും. അതായത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ആൺകുട്ടി നീ സ്ട്രോങ് ആയിരിക്കണം, കാരണം നീ ലൈഫിലേക്ക് പോകുമ്പോൾ നീ നേരിടാൻ പോകുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും, ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, ഒരു വലിയ ഒരു യുദ്ധക്കളത്തിലൊക്കെ എങ്ങനെയായിരിക്കണം, നീ അതുപോലെ ചെയ്യേണ്ടവരായിരിക്കണം എന്നാണ് പറയാതെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. ഒരു പെൺകുട്ടിയുടെ എന്താ പറയുന്നത്, നീ അങ്ങനെയൊന്നുമല്ല, നീ വളരെ സോഫ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം. അതിന് കുറെ പാവകളൊക്കെ വാങ്ങിച്ചു കൊടുത്തു, കുറെ കിച്ചൺ എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. കാരണം ആ രീതിയിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഈ ജെൻഡേർഡായ സൊസൈറ്റിയുടെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്നത്തെ പ്രശ്നം. അത് നമ്മൾ പോലും അറിയാതെ നമ്മൾ ഇതിന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിലൊരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകണം. അത് ഒരിടത്തും തുടങ്ങി നമ്മളിൽ നിന്ന് തുടങ്ങണം. അതാദ്യം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങണം. ഫാമിലിയിൽ നിന്നാണ് ശരിക്കും ഈ ഒരു പ്രതികരണ ശേഷിയുള്ള സമൂഹം, അത് ആണായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ, അതിന്റെ എല്ലാ ആദ്യത്തെ ഉറവിടം കുടുംബങ്ങളിൽ നിന്നാണ് ആരംഭിക്കണം. കാരണം ആ ജെൻഡേർഡ് സൊസൈറ്റിയിലേക്കുള്ള ഒരു ആളുകളെ ശരിക്കും ഒരുക്കി തീർക്കുന്നത് ശരിക്കും കുടുംബങ്ങളിൽ തന്നെയാണ്. അപ്പോൾ ഒരു ഗുഡ് ബുക്ക് എൻട്രിയിലേക്ക് എത്തിച്ചേരണം, എന്നാലാണ് ഒരു നല്ല കുട്ടിയാവുള്ളൂ. ഈ ഒരു വാക്ക്, അല്ലെങ്കിൽ നീ ഒരു നല്ല അമ്മയാണ്, അല്ലെങ്കിൽ നീ ഒരു നല്ല ഭാര്യയാണ്, നല്ലൊരു മകളാണ് എന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു ബൗണ്ടറിയിൽ കൊണ്ട് നിർത്തുകയാണ്. ഇനി അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമാണ് നല്ലതാവുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ആയാൽ. കാരണം വേറൊരാളുടെ ഫ്രെയിമിൽ കൂടെ നമ്മളോട് നടക്കാൻ പറയുന്ന ഒരു അവസ്ഥയിൽ കൂടെ പോകുന്നത്. ഇത് തിരിച്ചറിഞ്ഞിട്ട് അത് പ്രതികരിക്കുന്നതിൽ ആ ഒരു സമയത്ത് ഇപ്പോഴും നേരത്തെ പറഞ്ഞ മാതിരി വളരെ മുമ്പ് തൊട്ട് തന്നെ ആണെങ്കിലും ഇപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, ഇങ്ങനെ എല്ലാവരും വിദ്യാഭ്യാസമുള്ള ആളുകളായിട്ടും ഒരു മാറ്റവും ഇല്ല. അത് കുറച്ചും കൂടി കൂടുതൽ പണ്ടാണെങ്കിൽ സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കാണാം സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും വളരെ മോശമായിട്ട് എന്തെങ്കിലും ഒരു സ്ത്രീ ശരിയല്ല എന്ന് തോന്നുന്നതിനെ കുറിച്ച് ഒരു അഭിപ്രായം കൊണ്ടിടുമ്പോൾ അതിൻ്റെ താഴെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ കൊണ്ടുവന്നു. അതിൽ ഏറ്റവും നമ്മൾ ഒരിക്കൽ പോലും അത്രയും അബ്യൂസീവായിട്ടുള്ള വേർഡ്സും പല രീതിയിലും, അല്ലെങ്കിൽ അവരുടെ ഫാമിലി എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് അത് അവർക്ക് കൊണ്ടുതാവുകയാണ്.
അപ്പോൾ ഇത് അവരെ ഇപ്പോഴും എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കാം. പക്ഷേ ഒരു വീട്ടിൽ നിന്ന് തന്നെ ഇത് തുടങ്ങുമ്പോൾ നമ്മൾ തന്നെയാണ് വളർത്തുന്നത് അല്ലേ? ഒരു മക്കളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ തന്നെ ഈ ഒരു രീതിയിലൊക്കെ ഒരു മാറ്റം വരുത്തുകയാണെങ്കിൽ എന്താണ് തോന്നുന്നത്? ഈ ഒരു മക്കളെ വളർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ പ്രതികരിക്കുന്നതിലെയും ഈ ജെൻഡർ ഇഷ്യൂസിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാൻ പറ്റില്ലേ ശരിക്കും പറഞ്ഞാൽ? തീർച്ചയായിട്ടും മക്കളെ കുടുംബത്തിൽ നമ്മൾ വളർത്തി തുടങ്ങുമ്പം തന്നെ അവരുടെ എന്ത് കൊള്ളരുതാത്ത കാര്യം കണ്ടാലും അതിനെതിരെ പ്രതികരിക്കണം. അവർ സ്വതന്ത്രരായിരിക്കണം. അവർക്ക് പ്രത്യേകിച്ച് ആൺ പെൺ വ്യത്യാസമില്ലാതെ അവർക്ക് എന്തും തുറന്നു പറയാനുള്ള അവസരമുണ്ടാകണം, അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ തന്നെ അവരെ വളരെ ചെറുപ്പത്തിൽ കൂടെ തന്നെ പഠിപ്പിക്കാനാണ് നാം ആഗ്രഹിക്കുന്നത്. ഒരു അമ്മ എന്നുള്ള നിലയിൽ ആ രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളതും. അവരോട് എല്ലാം സമൂഹത്തിൽ അവർക്ക് എന്നാൽ മാത്രമേ സമൂഹത്തിൽ വളരെ നല്ല രീതിയിൽ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ഇപ്പോൾ ഒരുപാട് ഇത്രയും ഒരു സീനിയർ ആയിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ടാണ് പറഞ്ഞത് പല പൊസിഷനിലും ഇരുന്നിട്ടാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ പ്രതികരിക്കേണ്ട ആവശ്യം വരാറുണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അനുഭവം? പ്രതികരിക്കേണ്ട സമയം വരുമ്പോഴത്തേക്ക് ആദ്യമായി ഒന്ന് നിശബ്ദമായി കാര്യങ്ങളെല്ലാം കേൾക്കും. അത് കഴിഞ്ഞിട്ട് പ്രതികരിക്കേണ്ട സമയത്ത് അതിന് അനുയോജ്യമായ രീതിയിൽ തന്നെ പ്രതികരിച്ച് തന്നെ മതിയാവുള്ളൂ. അതിന് ആ പ്രതികരണത്തിൽ കൂടി തന്നെ അതിന് ആശ്വാസപരമായ നടപടി കണ്ടെത്തുകയും ചെയ്യും. മറ്റുള്ളവർ നമ്മളിപ്പോൾ പല ഉദാഹരണങ്ങളും കണ്ടു സ്ത്രീകൾക്ക് പ്രതികരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഒരു നഗരത്തിലെ ഒരു പട്ടണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞാൽ മേയറാണ്, പ്രഥമ പൗര എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് നമ്മൾ കണ്ട സംഭവം കണ്ടില്ലേ? മേയർ രാജേന്ദ്രന് പോലും പ്രതികരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ. അവർ പ്രതികരിച്ചു, വളരെ നല്ല രീതിയിൽ പ്രതികരിച്ചു. പക്ഷേ അവർക്ക് സോഷ്യൽ മീഡിയയിൽ കൂടി കിട്ടിയ അനുഭവങ്ങൾ വളരെ വേദനാജനകമാണ്. നമുക്ക് ആർക്കും ന്യായീകരിക്കാൻ കഴിയില്ല. അത് ഒരു പുരുഷ മേധാവിത്വം, അല്ലെങ്കിൽ അത് പുരുഷ മേധാവിത്വം എന്ന് ആരെയും അടച്ചു കെട്ടി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത്തരം മനോവൈകൃതമുള്ള ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിലപാട് അതുണ്ടാകാൻ പാടില്ല. അതിനെതിരെ നാം സത്യസന്ധമായി പ്രതികരിക്കാനുള്ള ശേഷി സ്ത്രീകൾക്ക് എല്ലാവർക്കും സമൂഹത്തിൽ ഉണ്ടാകണം. നല്ല രീതിയിൽ പ്രതികരിക്കാനുള്ള അവസരമുണ്ടാകണം. അതിന് ഭരണകർത്താക്കളുടെ സഹായവും പോലീസിൻ്റെയും നീതിന്യായ വകുപ്പിൻ്റെയും എല്ലാവരുടെയും സഹായം ഉണ്ടാക്കണമെന്നുമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. മാഡം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, തിരുവനന്തപുരത്തിന്റെ തന്നെ നഗര മാതാവായിട്ടുള്ള മേയർ ആര്യ രാജേന്ദ്രൻ, അത് അവര് പ്രതികരിച്ച അവരൊരു വിഷയം അവരോട് കാണിച്ച വളരെ മോശമായിട്ടുള്ള ലൈംഗിക ചുവയോടുള്ള പെരുമാറ്റം ഉൾപ്പെടെ ഉണ്ടായി. അപ്പൊ അതിൽ കൃത്യമായിട്ട് അവരാരും ആയിക്കോട്ടെ ഒരു സ്ത്രീ എന്ന രീതിയിൽ അവർ പ്രതികരണം കാണിക്കുകയാണ്. അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ച് ഒരു വൾണറബിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി തന്നെയാണ്. അപ്പൊ ഒരു പ്രതികരിക്കാൻ കഴിയുന്ന ആദ്യം നമുക്കുണ്ടാകുന്ന ഒരു സങ്കടമായിരിക്കും. കാരണം ഇത് നമ്മളെന്തോ ചെയ്യാൻ കാണാൻ പാടില്ല കണ്ടുപോയ ഒരു കുറ്റബോധമായിരിക്കും ആദ്യം നമുക്ക് ഉണ്ടാകുന്നത്. അപ്പൊ ആദ്യം ഞാനത് കണ്ടതുകൊണ്ടാണല്ലോ എന്നൊരു സങ്കടം സ്വാഭാവികമായിട്ടും എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവും. അത് ഓവർകം ചെയ്താണ് എല്ലാ സ്ത്രീകളും പ്രതികരിക്കുന്നത്. ആ പ്രതികരിക്കുമ്പോൾ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ, അതിനേതായിട്ടുള്ള പ്രതിയായിട്ടുള്ള വ്യക്തി ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആരാധിക്കപ്പെടുന്ന ഒരാളായിട്ട് മാറി. അയാൾക്ക് ഒരു ആർമി ഉണ്ടായിരിക്കുന്നു അല്ലെ, അയാളെ സ്വീകരിക്കാൻ, അയാളുടെ കേസ് എടുക്കാൻ പ്രഗത്ഭരായ വക്കീലന്മാരുണ്ടായിരിക്കുന്നു. അയാൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്ലോറിഫൈ ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ രീതി ഇന്ന് അത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വളരെ മോശമായിട്ട് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമണത്തിൽ ഏറ്റവും ഒന്നാം സ്ഥാനം നിൽക്കുന്ന സോഷ്യൽ മീഡിയ ആണെന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരു സ്ത്രീയുടെ കേസല്ല ഇത്, ഇപ്പൊ നമ്മുടെ ഇലക്ഷനുമായി നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ഒരുപാട്, ഇപ്പൊ ശൈല ടീച്ചർ, ഇപ്പൊ പൊളിറ്റിക്സ് എന്തും ആയിക്കോട്ടെ, പക്ഷെ ടീച്ചർ എന്ന് പറയുന്നത് കോവിഡ് സമയത്തെല്ലാം ടീച്ചർ ഇവിടെ നടത്തിയിട്ടുള്ള മുന്നേറ്റങ്ങളും ഒരു സ്ത്രീ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടം ശരിക്കും ടീച്ചറിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷെ ആ ടീച്ചറെ പോലെ അവസാനം അത് ഈ രാഷ്ട്രീയ പകപോക്കലിന്റെ ഒക്കെ ഭാഗമായിരിക്കാം. പക്ഷെ ഒരു സ്ത്രീയോട് എത്രത്തോളം മോശമായി അവർ ചിത്രീകരിക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ സോഷ്യൽ മീഡിയ അത്രയധികം മോശമായിട്ടാണ് അതിന്റെ ഈ കമന്റുകൾ ഇടുന്നത്. പക്ഷെ ആ കമന്റ് ഇടുന്ന വ്യക്തി വലിയ ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എല്ലാവരും അറിയുന്ന വ്യക്തിയൊന്നും ആയിരിക്കില്ല. ഒരു റൂമിന്റെ അകത്ത് ഒരു 4 ചുവരുകൾക്കകത്ത് നിന്ന് അവൻ ഇടുന്ന ഒരു കമന്റ് ആയിരിക്കാം. അതിനെ അതെ, അവർക്ക് ഒന്നുമില്ല. അവർ ഒരു തവണ പോലും പുറത്ത് ഒരു ജനങ്ങളുമായിട്ട് ഒരാളുമായിട്ട് ഒരു പ്രശ്നത്തിൽ പോലും ഇടപെട്ടിട്ടുണ്ടാവും ഒന്നും ഉണ്ടാവില്ല.
അപ്പൊ ഈ സമൂഹമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരാൾ ഒരു 4 ചുവരിനകത്ത് നിന്ന് ഇടുന്ന കമന്റുകൾ, അതും സോഷ്യൽ മീഡിയ ലോകം അടക്കി കാണുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതുപോലെ തന്നെ ഇതിന് മുമ്പ് ഒരു ഇൻസിഡന്റ് KSRTC ബസ്സിൽ ഇതുപോലെ തന്നെ ഒരു സ്ത്രീയോട് വളരെ മോശമായിട്ട് ഇങ്ങനെ പരസ്യമായിട്ട് കാണിച്ചതിന്റെ ഭാഗമായിട്ട് ഒരാൾ അറസ്റ്റ് ചെയ്തു. പക്ഷെ അയാൾ ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോ നമ്മൾ കണ്ടത് എന്താ, അയാളെ സ്വീകരിക്കുകയാണ്. ഇതൊക്കെ നമ്മളെ പരസ്യമായിട്ട് സ്ത്രീ എന്ന് പറയും, നീ എപ്പോഴേയും സംസാരിക്കരുത്, പ്രതികരിക്കരുത്. നീ പ്രതികരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആരുടെ ഭാഗത്തുനിന്നാണോ നിനക്ക് ഈ പറയുന്ന തെറ്റായ അനുഭവം ഉണ്ടാകുന്നത്, നാളെ അവൻ ഗ്ലോറിഫൈ ചെയ്യപ്പെടുകയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഒരാൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു സ്ത്രീ റിയാക്ട് ചെയ്യാണ്, ആ റിയാക്ട് ചെയ്യുന്ന സംഭവത്തിന് അഗേൻസ്റ്റ് ഒരാൾ പ്രതിഷേധമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഇതിപ്പം ആ വ്യക്തിനെ, ആ സ്ത്രീനെ തളർത്താൻട്ട് അവര് ആദ്യം യൂസ് ചെയ്യുന്ന ടൂള് തന്നെ ലൈംഗിക ചുവയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടെ തീരും എന്നാണ് വിശ്വസിക്കുന്നത്. അത് റൈറ്റ്ഫുൾ ആണ്. ലൗഡായിട്ടൊരു ഒരു സ്ത്രീ സംസാരിക്കുമ്പോൾ ഇറ്റ്സ് വെരി ഈസി ആൾക്കാർക്ക് അവരെ ഇരുത്താം എന്നുള്ളൊരു ഐഡിയ ഉണ്ട് പൊതുജനങ്ങൾക്ക്. അതാണ് ആദ്യം മാറ്റേണ്ടത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഫേക്ക് പ്രൊഫൈൽ വെച്ചിട്ട് ആൾക്കാർ യൂട്ടിലൈസ് ചെയ്യും. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞില്ലേ, അത് ആ ഗുഡ് ബുക്കിൽ കയറാനായിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് സ്ത്രീകൾ പ്രതികരിക്കാതെ കുറേ കാലം പ്രതികരിച്ചില്ല. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സ്ത്രീക്ക് കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, കുറച്ചും കൂടി ഫ്രീഡം ഉണ്ട്, അവള് പോസിബിലിറ്റീസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. അപ്പൊ കുറച്ച് എക്സ്പോഷർ ഒക്കെ വന്ന സമയത്ത് അവള് പ്രതികരിക്കാനുണ്ടായത്. അപ്പൊ ഞാൻ പറയട്ടെ, ഈ ജെൻഡർ സ്പെസിഫിക് ആവണ്ട നമ്മൾക്ക് ആ ഒരു ഇഷ്യൂ എന്താണ്, ആ ഇഷ്യൂനെ നമ്മൾ നോക്കിയാൽ മതി. അതിന്റെ സൊല്യൂഷൻ എന്താ, പ്രോബ്ലം എന്താണ്, അതിന്റെ പോസിബിൾ സൊല്യൂഷൻ എന്താണ്, ഇതെങ്ങനെ നമുക്ക് ഭാവിയിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, അത് നോക്കിയാൽ മതി. അത് പുരുഷൻ പ്രതികരിച്ചോട്ടെ, സ്ത്രീ പ്രതികരിച്ചോട്ടെ, ആര് പ്രതികരിച്ചാലും നമുക്ക് ആ ഇഷ്യൂനെ ഫോക്കസ് ചെയ്യാതെ നമ്മൾ ആ സ്ത്രീനെ ഫോക്കസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇതും അതെ, ആ സൊസൈറ്റിയിൽ കണ്ടുവന്നിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റമാണ്. ഓക്കെ, ഇത് ഇവള് പ്രതികരിച്ചു, അപ്പൊ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റം കാരണമാണ് അങ്ങനെ ചെയ്യുന്നത്, അല്ലെ? അതൊക്കെ എന്താ പറയാ, നമ്മളുടെ ആ ഒരു ഇടുങ്ങിയ ചിന്താഗതി എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ. തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ പ്രതികരിക്കുന്നതിനെ എങ്ങനെ ഇല്ലാണ്ടാക്കുക. കാരണം ഇവർ പ്രതികരിച്ച് ഇവർ സ്ട്രോങ് ആവുകയാണെങ്കിൽ അതൊരു പ്രശ്നമാവും. അപ്പൊ എങ്ങനെയെങ്കിലും അവര് പറയുന്നതിനെ ഇല്ലാണ്ടാക്കും. ആ ഒരു വിഷയം, അതൊരു തോന്നൽ. എനിക്ക് തോന്നുന്നത് അത് പൊളിറ്റിക്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ മാതിരി കലാപരമായ കഴിവ് അങ്ങനെയുള്ള സ്ത്രീ എല്ലാവരും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഒഫീഷ്യൽ ലെവലിലേക്ക് കൊണ്ടുവരുമ്പോഴും അവിടെ ഒരു സ്ത്രീയാണ് സ്ട്രോങ് ആയി നിന്ന് തൻ്റെ അഭിപ്രായങ്ങൾ പറയണമെന്ന് വിചാരിക്കും. അവിടെയും എങ്ങനെയെങ്കിലും അതിൻ്റെ ഇടയിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഇവർക്കെതിരെ കൊണ്ടുവരും. അവർ പ്രതികരിക്കണം. അവർ ഓക്കെ അല്ലാത്തതിനെ നേർക്ക് തന്നെ അവരൊന്ന് പറയണം. അപ്പോൾ ഇല്ലേ, അങ്ങനെ രണ്ട് രീതിയിൽ. ഒന്നുകിൽ ആ പുരുഷന് തോന്നുമായിരിക്കും, ഇത് പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇവളെനിക്കൊരു ത്രെട്ട് ആവുമോ, ഇവളെനിക്ക് പിന്നീട് ഞാൻ പറഞ്ഞത് കേൾക്കാതെ ആവുമോ, എന്റെ അണ്ടറിൽ നിൽക്കാതെ ആവുമോ, ഇവള് പ്രതികരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ അവൾ എത്തുന്നുള്ള ഒരു പേടിയോണ്ടായിരിക്കാം അങ്ങനെ ചെയ്യുന്നത്. വേറൊരു കാര്യം, തന്നെ പറയും, അവർക്ക് ഞാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ആൾക്കാരാണ് വളരെ കൂടുതലാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ കൃത്യമായും പറയുന്നുണ്ട്, ഈക്വാലിറ്റി പറയുന്നുണ്ട്. പക്ഷെ അത് ഇപ്പോഴും ഭൂരിപക്ഷം വരുന്ന പുരുഷന്മാർ ഞാൻ അവൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ, അവൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട്, അവൾക്ക് ഇഷ്ടം അത് ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ. ഇത് കൊടുക്കാണ്ട് എന്തോ സാധനമായിട്ടാണ് ഇപ്പോഴും ഈ ഒരു സമൂഹത്തിന്റെ ഒരു വലിയ അതിന്റെ കാര്യം എന്താ അറിയോ, ഇതില് ഒരു സ്ത്രീ പ്രതികരിക്കുമ്പോ ആ സ്ത്രീനെ കുറ്റം പറയുന്നത് ഒരു സ്ത്രീ തന്നെയാണ്. ആ സ്ത്രീകളിലും കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. അതായത് എല്ലാ സൗകര്യങ്ങളും കിട്ടിയിട്ടുള്ള ഒരു സ്ത്രീ, മെന്റലി, ഫിസിക്കലി, ഇമോഷണലി, ഫിനാൻഷ്യലി എല്ലാ രീതിയിലും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു പറ്റം സ്ത്രീകളുണ്ട്. അവർക്ക് ഒരിക്കലും ഒരു സ്ത്രീയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല അൺലെസ് ആൻഡ് അൺടിൽ ദേ ഹാവ് എ ഡീപ്പ് എംപത്തി. ആ ഡീപ്പ് എംപത്തി ഇല്ലാത്ത ഒരു സ്ത്രീ, പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ, അവർക്ക് മറ്റൊരു സ്ത്രീയുടെ എന്നല്ല ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ പ്രോബ്ലം മനസ്സിലാക്കാൻ പറ്റില്ല. അവര് തന്നെ വന്നിട്ട് ഈ സ്ത്രീനെ കുറ്റം പറഞ്ഞു. നീ എന്തിനാ പ്രതികരിച്ചത്, നീ ഇങ്ങനെ പ്രതികരിച്ചോണ്ടാണ് നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായത്, നിന്റെ ജീവിതത്തിൽ അങ്ങനെ വരട്ടെ ഇങ്ങനെ വരട്ടെ എന്നൊക്കെ പറയുന്നത് ഇല്ലേ? അതിലൊരു പ്രശ്നം എന്താന്ന് വെച്ചാല്, ഈ സ്ത്രീ ഒരു വിഷയം പ്രതികരിച്ച ഏറ്റവും അധികം ഒഫൻസീവായിട്ട് പറയുന്ന സ്ത്രീകൾ തന്നെയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഇവർ ഓരോരുത്തരും പരുവപ്പെടുന്ന ഇടം എന്ന് പറയുന്നത് ഈ ഒരു പുരുഷ എന്ന സമൂഹത്തിനകത്താണ് അവരെല്ലാം പരുവപ്പെട്ടു വന്നിരിക്കുന്നത്. അപ്പൊ നമ്മള് പറയുന്നില്ല, ആദ്യം കുട്ടി
കുട്ടിയായിരിക്കുമ്പോൾ അച്ഛനാൽ സംരക്ഷിക്കപ്പെടണം, യൗവനത്തിലാണെങ്കിൽ ഭർത്താവിനാൽ സംരക്ഷിക്കപ്പെടണം, വാർദ്ധക്യത്തിലാണെങ്കിൽ മകനാൽ സംരക്ഷിക്കപ്പെടണം. ഈ ഒരു തത്വം അതേപോലെ തന്നെ അവര് ഫോളോ ചെയ്യാണ്. കേപ്പബിൾ ഇനഫ്. ആ ഒരു രീതിയിലേക്ക് സ്ത്രീകളും അതേ മുന്നിലോട്ട് വരുന്നില്ല. അഥവാ മുന്നിലോട്ട് വരുമ്പോ ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുന്ന സമയത്ത് പിന്നെ സ്ത്രീക്ക് പേടിയാണ്, ഞാൻ പ്രതികരിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഈ പ്രതികരിക്കുന്ന ആ സ്ത്രീയെ സമൂഹം നോക്കിക്കാണുന്നത് വേറൊരു രീതിയിലാണ്. എനിക്കറിയുന്ന ഒരു സ്ത്രീയുണ്ട്, അവരുടെ ഹസ്ബൻഡ് അവരെ ഉപദ്രവിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ തന്നെ അവരുടെ അടുത്ത് പറയാണ്, ഇവളുടെ ഹസ്ബൻഡ് കള്ളു കുടിക്കുന്നുണ്ട്, അതിന്റെ കാരണം ഇവള് നന്നല്ലാത്തോണ്ടാണ്, അല്ലെ, ഇവള് പ്രതികരിക്കുന്നോണ്ടാണ്, ഇവളുടെ ഹസ്ബൻഡ് ഇവളെന്നെ അടിക്കുന്നുണ്ട്, എന്തോ പ്രശ്നമുണ്ട് ആ സ്ത്രീക്ക്. അപ്പോഴും അത് അവിടെ ആ പുരുഷനെ അവിടെ ആരും അത് ചോദ്യം ചെയ്യുന്നില്ല. അതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല്, ഈ സ്ത്രീ ഒരു വിഷയം പ്രതികരിച്ച ഏറ്റവും അധികം ഒഫൻസീവായിട്ട് പറയുന്ന സ്ത്രീകൾ തന്നെയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഇവർ ഓരോരുത്തരും പരുവപ്പെടുന്ന ഇടം എന്ന് പറയുന്നത് ഈ ഒരു പുരുഷ എന്ന സമൂഹത്തിനകത്താണ് അവരെല്ലാം പരുവപ്പെട്ടു വന്നിരിക്കുന്നത്. അപ്പൊ നമ്മള് പറയുന്നില്ല, ആദ്യം കുട്ടിയായിരിക്കുമ്പോൾ അച്ഛനാൽ സംരക്ഷിക്കപ്പെടണം, യൗവനത്തിലാണെങ്കിൽ ഭർത്താവിനാൽ സംരക്ഷിക്കപ്പെടണം, വാർദ്ധക്യത്തിലാണെങ്കിൽ മകനാൽ സംരക്ഷിക്കപ്പെടണം. ഈ ഒരു തത്വം അതേപോലെ തന്നെ അവര് ഫോളോ ചെയ്യാണ്. ആ ഒരു രീതിയിലേക്ക് സ്ത്രീകളും അതേ മുന്നിലോട്ട് വരുന്നില്ല. അഥവാ മുന്നിലോട്ട് വരുമ്പോ ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുന്ന സമയത്ത് പിന്നെ സ്ത്രീക്ക് പേടിയാണ്, ഞാൻ പ്രതികരിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഈ പ്രതികരിക്കുന്ന ആ സ്ത്രീയെ സമൂഹം നോക്കിക്കാണുന്നത് വേറൊരു രീതിയിലാണ്. എനിക്കറിയുന്ന ഒരു സ്ത്രീയുണ്ട്, അവരുടെ ഹസ്ബൻഡ് അവരെ ഉപദ്രവിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ തന്നെ അവരുടെ അടുത്ത് പറയാണ്, ഇവളുടെ ഹസ്ബൻഡ് കള്ളു കുടിക്കുന്നുണ്ട്, അതിന്റെ കാരണം ഇവള് നന്നല്ലാത്തോണ്ടാണ്, അല്ലെ, ഇവള് പ്രതികരിക്കുന്നോണ്ടാണ്, ഇവളുടെ ഹസ്ബൻഡ് ഇവളെന്നെ അടിക്കുന്നുണ്ട്, എന്തോ പ്രശ്നമുണ്ട് ആ സ്ത്രീക്ക്. അപ്പോഴും അത് അവിടെ ആ പുരുഷനെ അവിടെ ആരും അത് ചോദ്യം ചെയ്യുന്നില്ല, സ്ത്രീനെയാണ് അവിടെ ചോദ്യം ചെയ്യുന്നത്. ഇപ്പോഴും നമ്മൾ വഴിവഴിച്ചു പോയി എന്നൊക്കെ പറയുമ്പോഴും അതില് നിൽക്കുന്നത് പ്രതിസ്ഥാന സ്ത്രീ മാത്രമല്ല. ടാഗ് ലൈൻ വരുന്നത് സ്ത്രീ മാത്രം കുഴപ്പമാണ്. സ്ത്രീ ഒറ്റയ്ക്ക് എന്തായാലും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. എനിക്ക് തോന്നുന്നു ഇപ്പം പ്രീതി പറഞ്ഞ പോലെ പ്രിവിലേജ്ഡ് എന്നുള്ളൊരു സമൂഹം മാത്രമല്ല, ഇപ്പം സംടൈംസ് ഐ ഫീൽ ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഈ പറഞ്ഞ പോലെ ഇപ്പം ഒരു സ്ത്രീ നല്ല ഷീസ് പെർഫോമിംഗ് വെൽ, ഇപ്പൊ ഏത് മേഖലയാവട്ടെ, പൊളിറ്റിക്സ് ആവട്ടെ, അല്ലെങ്കിൽ ബിസിനസ്സിലാവട്ടെ, അല്ലെങ്കിൽ കോർപ്പറേറ്റ് വോട്ടെവർ മേഖലയിലാവട്ടെ, പെർഫോം ചെയ്യുന്നുണ്ട്. അത് അവർക്ക് അവരുടെ സാഹചര്യങ്ങൾ അതിനു വേണ്ടിയിട്ട് കുറെ ഫേവർ ചെയ്തതും കൊണ്ടാണ്. നമുക്ക് മനസ്സിലാക്കണം, നമ്മൾ ഇന്ന് 2024 നിന്നാലും ഈ ജെൻഡർ ബയസ് ഉണ്ട്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അപ്പം അത് നമ്മൾ ഈച്ച് ആൻഡ് എവറി ഡേ നമ്മളത് ഓവർകം ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അതെല്ലാം ഓവർകം ചെയ്ത് ഇന്നത്തെ ദിവസം ഒരു സ്ത്രീ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുമ്പോൾ ആ സാഹചര്യങ്ങൾ കിട്ടാത്ത ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ടാവും. അവര് കാണുമ്പോൾ രണ്ട് രീതിയിൽ അവർക്ക് പ്രതികരിക്കാം. ഒന്ന്, അതിനെ ഒരു ഇൻസ്പിറേഷൻ മാതിരി നോക്കി കാണാം. മറ്റൊരു വശം സ്ത്രീകൾ ഇത് അവക്കതെല്ലാം കിട്ടിയതിന്റെ എന്നുള്ള രീതിക്കും കുറ്റം പറയുന്ന രീതിക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഐ ഫീൽ ആദ്യം നമുക്ക് വേണ്ടത് ഈ ഇനിഷ്യലി പ്രീതി പറഞ്ഞ പോലെ തന്നെ ഇത് പെണ്ണ് ജെൻഡർ റോൾസ് ഒഴിവാക്ക്. അവർക്ക് ടാലന്റഡ് ആണെങ്കിൽ അവർ മുന്നോട്ട് വരും, അവര് സക്സസ്ഫുൾ ആകും, അത് ഏത് മേഖലയിലാവട്ടെ. അത് ചെറുപ്പം മുതലേ ഇങ്ങനെ റോൾസ് ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സ്ത്രീ ഇങ്ങനെയായിരിക്കണം, പെൺകുട്ടി ഇങ്ങനെയായിരിക്കണം എന്നുള്ളത് റോൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കേട്ടിട്ടാണ് ഈ സ്ത്രീ വളരുന്നത്. അത് കേട്ടിട്ടാണ് ഈ സ്ത്രീയുടെ കൂടെയുള്ള പുരുഷന്മാര്, സഹോദരന്മാരാണെങ്കിലും ചുറ്റുമുള്ള ആൾക്കാരും ഒക്കെ വളരുന്നത് ഇത് കേട്ടിട്ടാണ്. അപ്പൊ അവരും അത് ഒരു സ്ത്രീ പ്രതികരിക്കുമ്പോൾ അവര് ആ സ്ത്രീനെ ഇങ്ങനെ ഇത് കമന്റ് ചെയ്യാനൊക്കെ ഉള്ള റീസൺ ഇത് തന്നെയാണ്. പക്ഷെ ഇന്നത്തെ ഒരു ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പം എല്ലായിടത്തും നമ്മൾ മാറ്റമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഒരുപാട് സ്ഥലങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പം ഞാനൊരു ചെറിയ എക്സാമ്പിൾ, എനിക്ക് ഒരു ആൺകുഞ്ഞാണുള്ളത്, 2.5 വയസ്സായിട്ടുള്ളൂ. അപ്പൊ ആദ്യമൊക്കെ ഞാൻ അവനെ കൊണ്ടും ഇങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനൊക്കെ പറയുമ്പോഴത്തേന് എന്റെ വീട്ടിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഒരു ചേച്ചി പറയും, ഇവ കൊച്ചിനെ കൊണ്ടാണോ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്, ആ കൊച്ചിനെ കൊണ്ടാണോ അതൊക്കെ പണിയെടുപ്പിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ നോക്കും, കൊള്ളാലോ ചേച്ചി. അപ്പൊ എനിക്ക് ഭയങ്കര കൗതുകമാണ്. അപ്പൊ അവരുടെയൊക്കെ ധാരണ പെൺകുട്ടികളാണെങ്കിൽ വീട്ടിൽ നമ്മൾ ഹെൽപ്പ് ചെയ്ത് തുടങ്ങും. അപ്പം എന്നാൽ കഴിയുന്ന ചെറിയ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കൊണ്ടും അത് ചെയ്യിപ്പിക്കുക. അവൻ ഒന്നുമില്ല, പേപ്പർ എന്തെങ്കിലും വലിച്ചിട്ട് ബേബി അത് എടുത്ത് തിരിച്ചു വെക്കണേ, അല്ലെങ്കിൽ എന്തെങ്കിലും ബേബി അത് തുടച്ചു വെക്കണേ എന്ന് പറയുമ്പോൾ അവന് മനസ്സിലാവും. ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് പെൺകുട്ടികളെ എംപവർ ചെയ്യുന്നതിന് ഉപരി
എംപവേർഡ് പെണ്ണുങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനും അത് ആൺകുട്ടികളെ ഇതാക്കണം. കോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് മനസ്സിലായി. ആൺകുട്ടികളെയും പറഞ്ഞു പഠിപ്പിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ആൺകുട്ടികളെ നമ്മൾ പറഞ്ഞ് അവരെ റെസ്പെക്ട് ചെയ്യാൻ പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ സ്ത്രീകളുടെ നമ്മുടെ ലൈംഗിക വിദ്യാഭ്യാസമൊക്കെ ശരിക്കും നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ഫാമിലിയിൽ നിന്നും നമ്മുടെ സ്കൂളുകളിൽ നിന്നൊക്കെയാണ്. ഇപ്പൊ സ്ത്രീയെ സംബന്ധിച്ച് സ്ത്രീയുടെ ഓരോ ഇപ്പൊ ആണായാൽ പറയും വെച്ചാൽ നട്ടില് നിവർത്തി എന്ന് പറയുമ്പോൾ അതിന് തിരിച്ചുള്ള ബയോളജിക്കലി ഉള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് പറ്റണം. ഒരു നട്ടില് നിവർന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഡെലിവറി പോലും പോസിബിൾ ആവില്ല. അതൊരു ബയോളജിക്കൽ ഫാക്ട് അതിനകത്തുണ്ട്. പിന്നെ നമ്മുടെ ശരീരത്തിലുള്ളാവുന്ന ഓരോ ഫാറ്റും നാളെ ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിന് വേണ്ടി ഒരമ്മ എന്ന രീതിയിൽ അവർ ശേഖരിച്ചു വെക്കുന്ന ഭക്ഷണമാണ് ഒരു കുഞ്ഞിന് ഗർഭസ്ഥയായിരിക്കുന്ന സമയത്ത്. അങ്ങനെയുള്ള ഒരുപാട് ബയോളജിക്കലി ഉള്ള കാര്യങ്ങൾ കൃത്യമായി കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കാൻ കൂടി നമ്മുടെ സമൂഹം തയ്യാറാകണം. നമ്മൾ ആൺകുട്ടികളെ ഇപ്പൊ ഒരു പെൺകുട്ടി ഒരു വസ്ത്രം ധരിച്ച് നടക്കുമ്പോൾ ആ വസ്ത്രത്തിന്റെ ഇറക്കം കുറഞ്ഞത് ആ പെൺകുട്ടിയുടെ കുഴപ്പമില്ല, നമ്മൾ കാണുന്നവന്റെ കണ്ണിനാണ് അവന്റെ കുഴപ്പം. അപ്പൊ അതല്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ നമ്മുടെ ആൺകുട്ടികൾ ഉൾപ്പെടെ ഇനി ഇതുവരെ ഉള്ളത് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇനി വരുന്ന ഒരു തലമുറയെ നമ്മളത് പറഞ്ഞ് പഠിപ്പിക്കണം. തീർച്ചയായിട്ടും പ്രതികരിക്കുക എന്നുള്ളത് രണ്ടു കൂട്ടർക്കും എവിടെയാണോ ശരിയല്ലാത്തത് അതിനെതിരെ പ്രതികരിക്കണം. അതിനെ ആക്സെപ്റ്റ് ചെയ്യാനും കൂടി നമ്മൾ പഠിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പൊ എനിക്ക് തോന്നുന്നത് വീടുകളിൽ നിന്ന് തന്നെയാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആദ്യം തുടങ്ങേണ്ടത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൺകുട്ടി പെൺകുട്ടി എന്നൊന്നുമില്ല. കാരണം ഫീലിങ്സ് എല്ലാവർക്കും ഒരുമാതിരിയാ. സങ്കടം വന്നു കഴിഞ്ഞാൽ സങ്കടം വരും, അതിനുപോലും ഉണ്ട്. ആൺകുട്ടി എന്ന് പറയുമ്പോൾ അവർക്ക് കരയാൻ തന്നെ പാടില്ല. ശരിക്കും പറഞ്ഞാൽ അവർക്ക് അത് പ്രശ്നമാണ്. അവിടെ പറയും പെൺകുട്ടികളാവുന്ന സമയത്ത് ശബ്ദം ഉയർത്തരുത്. അവരെന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചു നേരം ഒന്നും മിണ്ടാതിരുന്നൂടെ. പിന്നെ അവരൊക്കെ പോട്ടെ, ഗസ്റ്റ് വരട്ടെ, എല്ലാവരും പോട്ടെ, അത് കഴിഞ്ഞു മതി. ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒരിക്കലും സിനിമ റീമാക്ക് അല്ലെങ്കിലിന്റെ ഒരു മീൻ കഷ്ണ പരാമർശം വലിയ രീതിയിൽ അന്ന് ട്രോളായിരുന്നു. പക്ഷെ അതൊരു ശരിക്കുമുള്ള ഫാക്റ്റാണ്, യാഥാർത്ഥ്യമാണ്. ഒരു കുടുംബത്തിൽ ഇത്ര ആളുകൾ ഇപ്പൊ ഞാൻ 4 പെൺകുട്ടികളെ ഏറ്റവും മൂത്ത ആള്, 4 പെൺകുട്ടികളെ ഞങ്ങളുടെ വീട്ടിൽ. അപ്പൊ നമ്മളൊക്കെ കണ്ടു വന്നിരുന്ന ഒരു രീതി എന്ന് വെച്ചാൽ ആൺകുട്ടികളിൽ അവരെല്ലാവരും ഭക്ഷണം കഴിക്കുക. അപ്പൊ വീട്ടിലെ മുതിർന്ന സ്ത്രീകൾ തന്നെയാണ് പറഞ്ഞത് അവർ ആൺകുട്ടികളെല്ലാം ഭക്ഷണം കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കുക. അത് അന്ന് മുതൽ തന്നെ അത് ഇപ്പൊ റീമാക്കല്ലിന്റെ പരാമർശമല്ല, ഇവിടെ നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പോഴും പലയിടത്തും ഉണ്ട്. നമ്മളിപ്പോ ഓരോരുത്തരും ഓരോരുത്തരും ആണെങ്കിൽ അവനവനോട് തന്നെ കുറെ ഫൈറ്റ് ചെയ്തിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ജനിച്ചൊരു സ്ത്രീയാണെന്ന് അറിഞ്ഞ ആ മൊമെന്റ് മുതൽ ഇപ്പൊ ഒരു സ്ത്രീ ജനിച്ചു കഴിഞ്ഞാൽ പെൺ ഭ്രൂണഹത്യ എന്ന് പറയുന്നത് തന്നെ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതിന്റെയൊക്കെ ഭാഗമായി വളരേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് കുഞ്ഞിനെ ജനിക്കുമ്പോൾ തന്നെ കൊല ചെയ്യപ്പെടുന്നത്. ഇവിടെ എല്ലാം നിയമം നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും വടക്കേന്ത്യൻ സംസ്ഥാനങ്ങൾ എടുത്താലും വളരെ ഈ പറഞ്ഞ ഗ്രാമപ്രദേശങ്ങളൊക്കെ എടുത്താലും അവിടെ എല്ലാം ഇപ്പോഴും സ്ഥിരം നടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു മൊമെന്റ് പോലെ നമ്മൾ ഫൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. ശരിക്കും നമ്മളിരിക്കുന്ന ഓരോരുത്തരും വലിയൊരു പ്രതികരണത്തിന്റെ ഒരു വലിയ ബാക്കി പത്രങ്ങൾ തന്നെയാണ് ഇരിക്കുന്നത് എല്ലാവരും. എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് തന്നെ സ്ത്രീകളെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കിക്കാൻ സാധിക്കും. കാരണം നേരത്തെ പറഞ്ഞ മാതിരി ഒരമ്മയ്ക്ക് ഇപ്പോൾ അവിടെ മോണിക്ക പറഞ്ഞു, ഒരമ്മയ്ക്ക് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടി എവിടെയേ ഉള്ളൂ, പക്ഷെ എന്നാലും പറയുന്നത് 2 കുട്ടികളുണ്ടെങ്കിൽ അവർക്കിടയിൽ തന്നെ നമുക്ക് ഒരാൾക്ക് ഓക്കെ അല്ലാത്തത് ഓക്കെ അല്ല എന്ന് പറയുമ്പോൾ മറ്റൊരാളെ അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് വീടുകളിൽ നിന്ന് തുടങ്ങാം. അടുത്തതൊന്ന് സ്കൂളുകളാണ്. നമുക്ക് സ്കൂളുകളിലും ഇത് അത്യാവശ്യമായിട്ടൊരു കാര്യം. കാരണം അവിടെയും കാണാം ടീച്ചേഴ്സിന്റെ ഇടയിൽ നമ്മൾ ഒരു ഭാഗത്ത് റെഡിയാക്കി കൊണ്ടുവരുമ്പോൾ കാണാം സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പ്രശ്നം. അതെ, അവിടെയും ഉണ്ടല്ലോ ഇപ്പോഴും ഒരു സൈഡ് പറഞ്ഞിട്ടല്ല. അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട്. വേറൊന്നുമല്ല, ഇന്നിപ്പോൾ ഇന്ത്യയിൽ മാർഷ്യൽ റേപ്സ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ചെയ്യാറില്ല. മാർഷ്യൽ റേപ്സ് വിവാഹത്തിന് ശേഷം സ്വന്തം പങ്കാളിയുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന ബലാത്സംഗം അത് ഇപ്പോഴും ക്രിമിനലൈസ് ചെയ്യാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് ഓർക്കണം. ഇപ്പോൾ ആംനസ്റ്റിയുടെയൊക്കെ ഡാറ്റ പ്രകാരം, ഇന്റർനാഷണൽ ഡാറ്റ പ്രകാരം ഏകദേശം ലോകത്തെ 43% രാജ്യങ്ങൾ അത് ക്രിമിനലൈസ് ചെയ്തിട്ടുണ്ട്, മാർഷ്യൽ റേപ്സ് ക്രിമിനലൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നും ഇന്ത്യയിൽ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെല്ലാം അനുഭവിക്കണം. ഇപ്പം കോടതി പോലും അതിന് അനുകൂലമായിട്ടൊരു പരാമർശം നടത്തിയിട്ടില്ല ഇപ്പോഴും. അപ്പോൾ സ്ത്രീ ഇപ്പോൾ ഒരു മാർഷ്യൽ റേപ്സിന് വിധേയമായി കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്ന് പറയുമ്പോൾ അതല്ല, അത് നീ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിന്റെ ഫാമിലിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു സമൂഹമാണ്. ഇപ്പോഴത് ക്രിമിനലൈസ് ചെയ്തിട്ടില്ല. പക്ഷേ ഒരുപാട് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഡാറ്റ എടുത്ത് ഏകദേശം 33% മുതൽ 43% സ്ത്രീകൾ ഇപ്പോഴും ഈ പറഞ്ഞ മാർഷ്യൽ റേപ്സിൻ്റെ ഇരകളായിട്ട് മാറുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോഴും നമ്മുടെ ചർച്ചകളിൽ എവിടെയും അത്തരം വിഷയങ്ങൾ ഇപ്പോഴും കൊണ്ടുവന്നിട്ടില്ല.
പക്ഷെ ലോകത്തൊരു 40% രാജ്യങ്ങൾ ഇന്ന് ക്രിമിനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോഴും നടക്കുന്നില്ല, ഇതുവരെ സംഭവിച്ചിട്ടില്ല. അതൊരു പ്രധാന ഒരു നമ്മളത് നോട്ട് ചെയ്യപ്പെടേണ്ട, നമ്മളത് ചർച്ചയാക്കപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പിന്നെ അതിൽ ഇന്ത്യയിൽ നിൽക്കുന്ന ഇപ്പോൾ ജെൻഡർ ഗ്യാപ്പ് പോലും വലിയ പ്രശ്നം. ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിൽ ഇപ്പോൾ ഈ വർഷം കുറെ കൂടി ഭേദപ്പെട്ട നിലയിലേക്ക് ഇന്ത്യ വന്നിട്ടുണ്ടെങ്കിൽ പോലും മുൻ വർഷങ്ങളിലേക്കെല്ലാം അപേക്ഷിച്ച് ഇപ്പോൾ അതിൻ്റെ പല ഡാറ്റാസും പല പില്ലേഴ്സ് എടുത്തു നോക്കിയാലും ഇപ്പോൾ ഹെൽത്തിൻ്റെ കാര്യത്തിലെല്ലാം വളരെ പിറകി നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നടത്തേണ്ടത് നിസ്സാരമായ ഒരു ശരിയിരിക്കുന്ന 3-4 പേരിൽ ഒതുങ്ങേണ്ട ഒരു ചർച്ചയല്ല. ശരിക്കും ഒരുപാട് വലിയൊരു ആംഗിളിൽ ചർച്ച ചെയ്യേണ്ട, ഒരുപാട് വിഷയങ്ങൾ ഉൾക്കൊള്ളിക്കേണ്ട, ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട ഒരു ഇത് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ 2024 നമ്മളിപ്പോഴും സ്ത്രീ പ്രതികരിക്കുന്ന ഒരു വിഷയം അവിടെ മാത്രമല്ല നമ്മൾ ഒതുക്കേണ്ടത്. ഒരുപാട് വിഷയങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് കൂടെ അതിനൊപ്പം കൂട്ടി കണ്ണിയേർക്കപ്പെട്ടിരിക്കുന്നുണ്ട്. അതിലൊരു കാര്യം കൂടെ, സ്ത്രീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല അവളുടെ ചുറ്റുമുള്ള ഒരു ചെയിൻ എന്താണ്, അവളുടെ ചുറ്റുമുള്ള ചങ്ങല എന്താണെന്ന് ഇന്ന് സ്ത്രീക്ക് ഇപ്പോഴും ബോധ്യം ഇപ്പോഴും വന്നിട്ടില്ല. അത് തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ പ്രശ്നം. അതെന്ന് ആ ബോധ്യത്തിലേക്ക് സ്ത്രീ വരുന്നോ അന്ന് ഇവിടെ മാറ്റങ്ങൾ തുടങ്ങും. ഞാൻ പറയട്ടെ, അത് മറൈറ്റൽ റേപ്പിന്റെ കാര്യം പറഞ്ഞു അല്ലെ, എത്ര സ്ത്രീകള് എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് തുറന്നു പറയാൻ റെഡിയാണ്, റെഡിയല്ല. പിന്നെ അതിൽ ഇന്ത്യയിൽ നിൽക്കുന്ന ഇപ്പോൾ ജെൻഡർ ഗ്യാപ്പ് പോലും വലിയ പ്രശ്നം. ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിൽ ഇപ്പോൾ ഈ വർഷം കുറെ കൂടി ഭേദപ്പെട്ട നിലയിലേക്ക് ഇന്ത്യ വന്നിട്ടുണ്ടെങ്കിൽ പോലും മുൻ വർഷങ്ങളിലേക്കെല്ലാം അപേക്ഷിച്ച് ഇപ്പോൾ അതിൻ്റെ പല ഡാറ്റാസും പല പില്ലേഴ്സ് എടുത്തു നോക്കിയാലും ഇപ്പോൾ ഹെൽത്തിൻ്റെ കാര്യത്തിലെല്ലാം വളരെ പിറകി നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നടത്തേണ്ടത് നിസ്സാരമായ ശരിയിരിക്കുന്ന 3-4 പേരിൽ ഒതുങ്ങേണ്ട ഒരു ചർച്ചയല്ല. ശരിക്കും ഒരുപാട് വലിയൊരു ആംഗിളിൽ ചർച്ച ചെയ്യേണ്ട, ഒരുപാട് വിഷയങ്ങൾ ഉൾക്കൊള്ളിക്കേണ്ട, ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട ഒരു ഇത് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ 2024 നമ്മളിപ്പോഴും സ്ത്രീ പ്രതികരിക്കുന്ന ഒരു വിഷയം അവിടെ മാത്രമല്ല നമ്മൾ ഒതുക്കേണ്ടത്. ഒരുപാട് വിഷയങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് കൂടെ അതിനൊപ്പം കൂട്ടി കണ്ണിയേർക്കപ്പെട്ടിരിക്കുന്നുണ്ട്. അതിലൊരു കാര്യം കൂടെ, സ്ത്രീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല അവളുടെ ചുറ്റുമുള്ള ഒരു ചെയിൻ എന്താണ്, അവളുടെ ചുറ്റുമുള്ള ചങ്ങല എന്താണെന്ന് ഇന്ന് സ്ത്രീക്ക് ഇപ്പോഴും ബോധ്യം ഇപ്പോഴും വന്നിട്ടില്ല. അത് തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ പ്രശ്നം. അതെന്ന് ആ ബോധ്യത്തിലേക്ക് സ്ത്രീ വരുന്നോ അന്ന് ഇവിടെ മാറ്റങ്ങൾ തുടങ്ങും. ഞാൻ പറയട്ടെ, അത് മറൈറ്റൽ റേപ്പിന്റെ കാര്യം പറഞ്ഞു അല്ലെ, എത്ര സ്ത്രീകള് എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് തുറന്നു പറയാൻ റെഡിയാണ്, റെഡിയല്ല. അഥവാ അവള് അങ്ങനെ ഒരു കാര്യം ഇഷ്യൂ ഉന്നയിച്ചു വന്നു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലും ചുറ്റുപാടുമുള്ള എല്ലാ സ്ത്രീകളും പുരുഷന്മാരും സൊസൈറ്റി മുഴുവൻ അവളെന്നെ ഒന്നുകിൽ തളർത്താനായിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ അവളെ എന്തോ ഒരു കുറ്റം ചെയ്തു എന്നുള്ള രീതിയിൽ അവളെന്നെ കുറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അപ്പോഴും അതെ, അവൾക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഇല്ല അവിടെ. പോരാത്തതിന് ഇങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം കണ്ടെത്താനുള്ള ഒരു കോൺഫിഡൻസും ഇല്ല. ഏറ്റവും വലിയ പ്രശ്നം സ്ത്രീ പറിച്ചു നടപ്പെട്ടുള്ള വലിയൊരു പ്രശ്നമുണ്ട്. അത് ഈ അടുത്ത് തന്നെ ഒരു സിനിമാ നടന്റെ ഒരു ഷെയ്ൻ, ഒരു സിനിമാ നടൻ ഏതൊരാള് പറയുന്ന ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, സ്വന്തം വീട്ടിൽ ഒരു 18 വയസ്സ് വരെ നിൽക്കുന്ന ഒരു അതിഥി മാത്രമാണ് ഇപ്പോഴും സ്ത്രീകള്. അതിലൊരു ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. ഞാൻ വരുന്നത് പാലക്കാട് പട്ടാമ്പി ആ ഏരിയയിലാണ്. ഞങ്ങളുടെ അവിടെ മരുമക്കത്തായം ഇപ്പോഴും അത് ചെറുതായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ അവിടെ പെൺകുട്ടികളാണ് അച്ഛനെയും അമ്മേനെയും നോക്കുന്നത്. ഞങ്ങളുടെ മിക്കവാറും വീടുകളിൽ പോയി കഴിഞ്ഞാൽ അച്ഛനും അമ്മയും പെൺകുട്ടികളുടെ കൂടെ നിൽക്കുന്ന പെൺകുട്ടികളാണ് അച്ഛനെയും അമ്മയും നോക്കുന്നത്. അങ്ങനെ ഒരു സിസ്റ്റം ഇപ്പോഴും അത് പിന്തുടർന്ന് വരുന്നുണ്ട്. അപ്പൊ ഈ കല്യാണം കഴിച്ചിട്ട് പറിച്ചു നടൽ എന്നുള്ള ഈ ഒരു സംഭവം അവിടെ ഞങ്ങൾക്ക് കുറച്ച് കുറവാണ് ഇപ്പോഴത്തെ ഈ ഒരു സമയത്തും കൂടി. എനിക്ക് തോന്നുന്നത് അത് പെൺകുട്ടിയെ കെട്ടിച്ചു വിടുക എന്നുള്ളൊരു വാക്കാണല്ലോ. കെട്ടിച്ചു വിടുക, അവളെ കൊടുത്തിരിക്കുന്ന വീട് എന്നൊക്കെ പറയുന്ന ഒരു ലാംഗ്വേജ് ന്യായീകരിക്കുന്നുണ്ട്. പറിച്ച് മാറ്റിയാട്ട ചെടിക്ക് 2 ദിവസത്തെ വാട്ടം ഉണ്ടാവും എന്നും പറഞ്ഞ് ന്യായീകരിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ പറഞ്ഞ ഡൊമസ്റ്റിക് വയലൻസിന്റെ ഇതിലേക്കാണ് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരാം. പിന്നെ നേരത്തെ പറഞ്ഞ മതി, സ്ത്രീകൾ തന്നെ ആദ്യം മനസ്സിലാക്കണം അത് അവർക്ക് ഓക്കെ അല്ല. പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ടാവും. പക്ഷെ കുറച്ചും കൂടി മാറി ഇതൊക്കെ ഇപ്പൊ ഒരു ഡിവോഴ്സ് ഡൊമസ്റ്റിക് വയലൻസ് പറഞ്ഞു അല്ലെ, ഈ ഡൊമസ്റ്റിക് വയലൻസിന് നമ്മൾക്ക് വളരെ വളരെ നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ഇവിടെ ഉണ്ട്. ഒന്നും വേണ്ട, നമ്മൾ ഗൂഗിൾ എടുത്തിട്ട് നോക്കിയാൽ മതി, നമുക്ക് ലീഗൽ സപ്പോർട്ട് കിട്ടും അല്ലെ. വുമൺ ആൻഡ് ചൈൽഡിന്റെ ഏതെങ്കിലും ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമുക്ക് സപ്പോർട്ട് കിട്ടും. പിന്നെ സഖി
ശരിക്കും പറയാൻ ഒഫൻസ് ഉണ്ടായാൽ സ്ത്രീക്ക് ശരിക്കും പോലീസ് സ്റ്റേഷനിൽ പോലും പോകണ്ട. ഇപ്പൊ CRPC അനുസരിച്ച് ഇപ്പോൾ ഒരു കേസ് എടുക്കാൻ കഴിയുന്ന ഒഫൻസ് ആണ് ഉണ്ടായി ഒരു സ്ത്രീക്ക് നേരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ പോലും പോകണ്ട. സ്ത്രീ എവിടെയാണോ നിൽക്കുന്നത് അവിടെ വന്ന് പോലീസ് എനിക്കതില് ഭയങ്കര ഒരു മോശം ഒരു എക്സ്പീരിയൻസ് ഞാൻ ഫീൽ ചെയ്ത് കണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് സ്ത്രീ പറയാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചു അങ്ങനെ ഉപദ്രവിച്ചു എന്ന് പറയുമ്പോ അവിടെയുള്ള അവര് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സാരമില്ല ഭർത്താവല്ലേ, ഒന്ന് സഹിക്കൂ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ എന്ന് പറയുന്ന കുഴപ്പമില്ല, നീ കുറച്ചും കൂടി താന്നു നിൽക്ക്, നീ കുറച്ചും കൂടി മിണ്ടാതിരിക്കുക, നീ കുറച്ചും കൂടി എന്ന് പറഞ്ഞിട്ട് സ്ത്രീനെ ഇങ്ങനെ സപ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. എല്ലാ സൈഡിലും എല്ലാം സഹിക്കണം, അതാണ് സ്ത്രീക്കൊരു ടാഗ് ഉണ്ട്, സർവം സഹയാണെങ്കിൽ നിനക്ക് സ്നേഹം കിട്ടും, സർവം സഹയാണെങ്കിൽ നിന്റെ ഹസ്ബൻഡ് നിനക്ക് ഇത് ചെയ്തു തരും, നിന്റെ സഹോദരൻ നിനക്ക് ഇത് ചെയ്തു തരും, നിന്റെ മാതാപിതാക്കൾ, നിന്റെ ഫ്രണ്ട്സ്. ആ ടാഗ് ലൈൻ വന്നില്ലേ, ആ ടാഗ് ലൈനിലാണ് ആക്ച്വലി പ്രോബ്ലം വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഭയങ്കര സ്നേഹനിധിയാണ് അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്യുന്നതാണെന്ന് പറയുമ്പോൾ അവർക്ക് തന്നെ തോന്നണം, അയ്യോ ഇനി ഞാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമാവും. ഈ സ്നേഹനിധി ആവാൻ വേണ്ടിയിട്ടാണ്. അത് ഈ സീരിയലുകളുണ്ടല്ലോ, അത് നമ്മൾ ശരിക്കും സഹിക്കാൻ പോലും കഴിയില്ല. കാരണം സീരിയലുകളിലെല്ലാം കാണിക്കുന്ന കഥാപാത്രങ്ങൾ അതിലുള്ള ഒരു സ്ത്രീ പോലും പ്രതികരിക്കുന്നവരില്ല. എല്ലാവരും പ്രതികരിക്കുന്ന സ്ത്രീകളെല്ലാം നല്ല അവിടെയുണ്ട് ഒരു ടാഗ് ലൈൻ ഉണ്ട്, നല്ല സ്ത്രീ എന്നുള്ള ഒരു ബുക്കിൽ കയറാനുള്ള. അപ്പൊ സ്ത്രീ കുറേ കാലം സഹിക്കും, കുറേ കാലം സഹിച്ചിട്ട് കുറച്ചു കാലം കഴിയുന്ന സമയത്ത് ആ സ്ത്രീക്ക് എന്തെങ്കിലും ഒരു പ്രിവിലേജ് കിട്ടിയിട്ട് ആ സ്ത്രീ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ആ സ്ത്രീനെ എല്ലാവരും അത് കുറച്ചും കൂടി ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതെ അതെ, എനിക്ക് തോന്നുന്നു കോർപ്പറേറ്റ് സെക്ടർ അവിടെയും ഈ പറഞ്ഞ ഈ ഒരു തരംതിരിവുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പം ഞാനാണെങ്കിലും ഇപ്പം ഒരു ഈ പ്രഗ്നൻസിയും കുഞ്ഞ് ഡെലിവറിൻ്റെ ഒക്കെ ശേഷം ഒരു ബ്രേക്കിന് ശേഷം കയറുമ്പോഴും അവരാദ്യം ക്വസ്റ്റ്യൻ ചെയ്യണത്, ബിക്കോസ് ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടും ഞാനൊരു അമ്മയായതുകൊണ്ടും എനിക്കൊരു കുഞ്ഞുള്ളതുകൊണ്ടും എൻ്റെ കോമ്പീറ്റൻസിനെയാണ് അവർ ആദ്യമേ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അങ്ങനെയൊന്നും ഇല്ല, കുട്ടിയെ എങ്ങനെ നോക്കുന്നു, ഇത് മോൾക്കത് കൊണ്ട് ചെയ്യാൻ പറ്റുമോ, ഇത്രയും ടൈം ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത് എൻ്റെ വർക്കിനും എൻ്റെ ഇതും തമ്മിൽ റിലേറ്റഡ് അല്ല. സോ എനിക്ക് അവിടെ ഞാൻ പ്രൂവ് ചെയ്യേണ്ടി വരും എന്നെ. ബിക്കോസ് ഐ എം എ ഫീമെയിൽ, എനിക്ക് ഞാൻ ഒട്ടും തന്നെ എൻ്റെ കൊളീഗ്സിന്റെ ഒപ്പം ഞാൻ ആ മീറ്ററിൽ ഞാൻ ഒട്ടും കുറവല്ലാന്ന് ഞാൻ എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി കാണിക്കും അവരെ. ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേനും നമ്മളിപ്പോൾ എക്സ്ട്രാ അവേഴ്സ് നിന്നില്ലെങ്കിൽ യു ആർ നോട്ട് കോമ്പീറ്റന്റ്, നിനക്ക് പറ്റത്തില്ല എന്നുള്ളൊരു ഇത് വരിക. അപ്പം അത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിന് അതിന് പറ്റിയുള്ളൊരു എൻവയൺമെന്റ് ഇല്ല. ഈ പലപ്പോഴും ഇത് പറഞ്ഞു വരുമ്പോൾ എനിക്ക് തോന്നിയൊരു സംഭവമാണ്, റെസ്പോണ്ട് ചെയ്യണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതെ, നമുക്ക് എങ്ങനെ വേണം പ്രതികരിക്കാം. ഇപ്പൊ ഒരാളുടെ നിശബ്ദത വരെ ഒരു പ്രതികരണമാണ് അല്ലേ? അപ്പം പക്ഷെ അത് പ്രതികരിക്കാനുള്ളൊരു സാഹചര്യം ഇപ്പോഴും അനുയോജ്യമല്ല ഫോർ എ ഫീമെയിൽ. ഐ ഓൾവേസ് ഫീൽ ദാറ്റ്. അതുവരെ നമുക്കത് ഈ പറഞ്ഞ മാതിരി ഇപ്പം നമ്മുടെ അച്ഛനും അമ്മയും വീട്ടില് ഒരു പെൺകുട്ടിക്ക് ഇപ്പം കിട്ടുന്ന ഒരു സ്പേസിൽ നിന്നാണ് എല്ലാത്തിനെയും റിഫ്ലക്ട് ചെയ്യുന്നത്. പ്രോബ്ലി നമ്മൾ അവിടെ ആയിരിക്കണം എല്ലാത്തിന്റെയും റൂട്ട് കോസ്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഈ ഒരു സ്ത്രീ പ്രതികരിക്കുമ്പോൾ എന്നുള്ള ഈ ഒരു വിഷയത്തിൽ നാലുപേരും വളരെ മനോഹരമായിട്ടാണ് അവരുടെ കാഴ്ചപ്പാടുകൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ചാൽ സ്ത്രീകൾ പ്രതികരിക്കുമ്പോൾ അതിന് പറ്റിയ ഒരു സാഹചര്യം ആരും ഒരുക്കുകയല്ല, നമ്മൾ തന്നെയാണ് അതിലേക്ക് പ്രതികരിക്കുന്നത്. പക്ഷെ ആ ഒരു സമയത്തിന് അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ മാത്രം മറ്റേ സൈഡ് വളരുന്നില്ല. അതാണ് ഒരു പ്രശ്നം. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ തുടങ്ങണം ആദ്യം. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ വളരെ മുമ്പ് തന്നെ നമ്മളുടെ വീടുകളിൽ നമ്മുടെ കുട്ടികളുടെ അടുത്ത് ഇനിയുള്ളൊരു ജനറേഷനിലെങ്കിലും ഇനി വരുന്ന ആളുകൾക്ക് അവർക്ക് പ്രതികരിക്കുമ്പോൾ ആ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഇല്ലാണ്ടിരിക്കട്ടെ. ആദ്യം ആ പ്രതികരണത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ വിധത്തിൽ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും രണ്ടുപേർക്കും ആ ഒരു തുല്യത, അവർക്ക് അവരുടെ ഇമോഷൻസ് തുറന്നു പറയാൻ സാഹചര്യം ഉണ്ടാവണം. അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ മറ്റേ സൈഡിനും പറ്റണം. പിന്നെ ഒരാൾ പ്രതികരിക്കണം എന്ന് പറയുമ്പോൾ ഈ വളരെ മോശമായ വാക്കുകൾ കൊണ്ട് സോഷ്യൽ മീഡിയയിലും ബാക്കിയുള്ളിടത്തൊക്കെ ചെയ്യുന്ന സമയത്ത് സ്ത്രീകളാണെങ്കിലും കുറച്ചും കൂടി ഇമോഷണൽ ലെവലിൽ അവർക്കുള്ള സപ്പോർട്ട് കൊടുക്കാൻ ബാക്കിയുള്ള ആളുകൾക്കും സാധിക്കണം. അതാണ് ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. സ്ത്രീപക്ഷത്തിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത പുതിയൊരു വിഷയവുമായി നമുക്ക് കാണാം. നമസ്കാരം.